ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 49 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇനി നമുക്ക് 50-ാമത്തെ ശ്ലോകം നോക്കാം. സിദ്ധിം പ്രാപ്തോ യഥ ബ്രഹ്മാ തഥാപ്നോതി നിബോധ മേ സമാസേനൈവ കൗന്ദേയ നിഷ്ഠാ ജ്ഞാനസ്യ യാ പരാ. കൗന്ദേയ, ഹേ കുന്തിപുത്ര, സിദ്ധിം പ്രാപ്ത, സിദ്ധി അതായത് ചിത്തശുദ്ധി നേടിയവൻ, ബ്രഹ്മ ബ്രഹ്മത്തെ, യഥാ എപ്രകാരം, ആപ്നോതി തഥാ പ്രാപിക്കുന്നുവോ അത്, സമാസേന ഏവ സംഗ്രഹമായി ചുരുക്കമായി, മേ നിബോധ എന്നിൽ നിന്നും നീ അറിഞ്ഞുകൊള്ളുക. യാ അത്, അതായത് ആ ബ്രഹ്മപ്രാപ്തി, ജ്ഞാനസ്യ ജ്ഞാനത്തിൻ്റെ, പരാനിഷ്ഠ പരമകാഷ്ഠയാകുന്നു, പരമമായ അവസ്ഥയാകുന്നു. ഹേ കുന്തിപുത്ര, ചിത്തശുദ്ധി നേടിയവൻ ബ്രഹ്മത്തെ എപ്രകാരം പ്രാപിക്കുന്നു എന്ന് സംഗ്രഹമായി ചുരുക്കമായി എന്നിൽ നിന്നും നീ അറിഞ്ഞുകൊള്ളുക. ആ ബ്രഹ്മപ്രാപ്തി ജ്ഞാനത്തിൻ്റെ പരമകാഷ്ഠയാകുന്നു, പരമമായ അവസ്ഥയാകുന്നു. ഇതാണ് ഭഗവാൻ പറയുന്നത്. നൈഷ്കർമ്മ്യത്തിലൂടെ, അതായത് കർമ്മത്യാഗത്തിലൂടെ മാത്രമേ ചിത്തശുദ്ധി കൈവരിക്കുവാനാകൂ. ചിത്തശുദ്ധി കൈവരിച്ചവന് മാത്രമേ ബ്രഹ്മപ്രാപ്തി സാധ്യമാകൂ. എന്നാൽ സ്വധർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ തന്നെ, അതായത് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരാൾക്ക് ഈ നൈഷ്കർമ്മ്യത്തിൻ്റെ ഭാവത്തിലേക്ക്, അതായത് കർമ്മത്യാഗത്തിൻ്റെ ഭാവത്തിലേക്ക് ഉയരുവാൻ സാധിക്കും എന്ന് ഭഗവാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ സൂചിപ്പിച്ചു. അതായത് കർമ്മങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുക എന്നതാണ് നൈഷ്കർമ്മ്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നൈഷ്കർമ്മ്യത്തിലൂടെ, കർമ്മത്യാഗത്തിലൂടെയാണ് മുക്തിപദത്തിലെത്തുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഈ കർമ്മത്യാഗത്തിൻ്റെ ഭാവത്തിലേക്ക് ഉയരുവാനും സാധിക്കും. എങ്ങനെയാണത്? ആ കർമ്മത്തിലുള്ള ഫലത്തെ ത്യജിക്കുക, കർമ്മം ചെയ്യുന്നു എന്ന തോന്നലേ ഉണ്ടാകാതിരിക്കുക. ശരീരം അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്നു, മനസ്സതിൽ കൊടുക്കാതിരിക്കുക. അതിനോട് സംഘമുണ്ടാവാതിരിക്കുക, ആസക്തി ഉണ്ടാകാതിരിക്കുക, ഫലപ്രതീക്ഷ ഉണ്ടാകാതിരിക്കുക. അത്തരത്തിൽ കർമ്മം ചെയ്യുമ്പോൾ അത് കർമ്മം ചെയ്യാതിരിക്കുന്നതിന് തുല്യമായി ഭവിക്കും. അതായത് മനസ്സ് ആ കർമ്മത്തിൽ ഒട്ടിച്ചേരാതെ ഇരിക്കും. അപ്പോൾ അത് കർമ്മത്യാഗത്തിന് തുല്യമാകും. അങ്ങനെ കർമ്മത്യാഗത്തിലൂടെ മാത്രമേ ചിത്തശുദ്ധി, അതായത് ചിത്തവൃത്തി നിരോധം എന്ന അവസ്ഥ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. ചിത്തവൃത്തികളെ നിരോധിക്കുമ്പോൾ മാത്രമേ മുക്തിയിലേക്ക് മുന്നേറുവാൻ സാധ്യമാകൂ. അപ്പോൾ തന്നിൽ നിക്ഷിപ്തമായ കർമ്മം നിസ്സംഗമായി, നിസ്വാർത്ഥമായി, ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോൾ അത് കർമ്മം തന്നെ ത്യജിക്കുന്നതിന് തുല്യമാകുന്നു. അപ്രകാരം കർമ്മത്യാഗത്തിന് തുല്യമായ അവസ്ഥയിൽ ചിത്തശുദ്ധി കൈവരിച്ച് ബ്രഹ്മപ്രാപ്തിക്ക് യോഗ്യത നേടുന്നു. ബ്രഹ്മപ്രാപ്തി എന്നാൽ ജ്ഞാനത്തിൻ്റെ പരമമായ അവസ്ഥയാണ്. അതിനെപ്പറ്റി ഞാൻ ചുരുക്കത്തിൽ നിനക്ക് പറഞ്ഞു തരാം എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്.
അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.